ഇന്ന് പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ്, നാളെ പകൽ. പരിപാവനമായ ഈ ദുൽഖഅദ മാസത്തിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ, 10 അടയാളം. ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പടച്ച റബ്ബ് അള്ളാഹു ആര് നമ്മളെ വെറുത്താലും അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഈ 10 അടയാളം നമ്മളിൽ ഉണ്ടാകും. ഈ 10 അടയാളത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ ഈ 10ൽ ഏതെങ്കിലും ഒന്നെങ്കിലും അല്ലെങ്കിൽ ഈ 10 അടയാളം മുഴുവനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഈ 10 കാര്യങ്ങൾ? അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട 10 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് മഗ്‌രിബിന് മുമ്പ് ചെറിയ ഒരു ഇസ്മു പറഞ്ഞു തരാം. അള്ളാഹിൻ്റെ ഒരു പേര്. ആ പേര് പറഞ്ഞാൽ ഇൻഷാ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. നമുക്ക് അള്ളാഹിനോടൊരു ബന്ധമുണ്ടാകും. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ കമൻറ്റിലൂടെ പറയുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. ഈ ഒരു ഇസ്മു പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്ത് നോക്ക്, അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരും ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഏതാണ് ആ ഇസ്മു? എന്താണ് അതിൻ്റെ അർത്ഥം? എങ്ങനെയാണത് പറയേണ്ടത്? എപ്പോഴാണ് പറയേണ്ടത്? എത്ര പ്രാവശ്യമാണ് പറയേണ്ടത്? വിശദമായി നമുക്ക് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഇത് നിങ്ങൾ പരമാവധി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണേ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ എൻ്റെ ശബ്ദം കേൾക്കുന്ന, നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ ദുആ വസിയത്ത് പറയുന്ന, നമ്മുടെ ക്ലാസ് കേട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നിഅമത്ത് ധാരാളമായി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടോ, പ്രയാസ പ്രശ്നങ്ങളുണ്ടോ, എല്ലാം അള്ളാഹു തആല മാറ്റി സുഖവും സന്തോഷവും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ ദിവസവും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളും എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ഹാജിമാർ അവരൊക്കെ പരിശുദ്ധമായ കഅബയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേര് പോയി കഴിഞ്ഞു, ഇനിയും പോവാനുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന ആളുകൾ 21-ാം തീയതിയാണ് പോകുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഈ വർഷം ഒരുപാട് പേർക്ക് ഹജ്ജ് കമ്മിറ്റി വഴി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് പ്രൈവറ്റായി പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രതിനിധിയായി, അള്ളാഹുവിൻ്റെ അതിഥിയായി അവിടെ ചെല്ലുന്ന ആ ഹാജിമാർക്ക് നല്ലതുപോലെ ഹജ്ജിൻ്റെ എല്ലാ അമലുകളും പരിപൂർണമായി റാഹത്തോടെ മനസ്സിന് സമാധാനത്തോടു കൂടി ചെയ്യാനും തിരിച്ച് നാട്ടിലേക്ക് ഖൈറായി എത്താനും അള്ളാഹു തൗഫീക്ക് കൊടുക്കുമാറാവട്ടെ. നമുക്കുമൊക്കെ അള്ളാഹു തആല ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഹജ്ജ് ചെയ്യുന്ന ആളുകളെ പറ്റി അള്ളാഹു തആല പറയുന്നത് വഫ്ദുല്ലാ എന്നാണ്. വഫ്ദുല്ലാ, അള്ളാഹിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയത് വഫ്ദുല്ലാ എന്ന. വഫ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അതിഥികൾ, അള്ളാഹുവിൻ്റെ സ്പെഷ്യലായ പ്രത്യേക പരിഗണന കിട്ടിയ ആളുകൾക്കാണ് ആ ഒരു ഹജ്ജിനുള്ള ഭാഗ്യം കിട്ടുക എന്നാണ്. അള്ളാഹു ആ തൗഫീക്ക് നമുക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, പടച്ചവൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ രക്ഷപ്പെട്ടു എന്നാണ്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം റാഹത്തായി സന്തോഷമായി. അള്ളാഹു എല്ലാവരെയും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഈ ദുനിയാവിൽ ഒരുപാട് പേര് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, അള്ളാഹുവിന് എതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. ഈ ദുനിയാവിൽ പടച്ചവൻ എല്ലാവർക്കും കരുണ ചെയ്യും, അല്ലേ? എല്ലാവർക്കും കരുണ ചെയ്യും. നിസ്കരിക്കാത്തവർക്കും, നിസ്കരിക്കുന്നവനും, കള്ളു കുടിക്കുന്നവനും, കള്ളു കുടിക്കാത്തവനും എല്ലാവർക്കും അള്ളാഹു തആല പൈസ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അതുപോലെ തന്നെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ആഖിറത്തിൽ അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പരിഗണന ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ ഈ ദുനിയാവിൽ ഒരു 10 കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 10 അടയാളം നമ്മളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഈ 10 സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ ജീവിതം റാഹത്താണ്. അള്ളാഹു ആ ഗണത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ, പടച്ചവൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനക്ക് ആദ്യം ചെയ്യുന്നത്, അള്ളാഹു തആല ആദ്യം ചെയ്യുന്നത്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിക്കും. വിളിച്ചിട്ട് പറയും, ജിബ്രീലെ, ഞാൻ ഭൂമിയിലുള്ള ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ അവരെ ഇഷ്ടപ്പെടണം.
അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറ്റു മലക്കുകളുടെ ഇടയിൽ വന്നിട്ട് പറയും, അതെ മലക്കുകളെ, അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും അവനെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടണം എന്ന് പറയും. അപ്പൊ എല്ലാ മലക്കുകളും അവനിലേക്ക് നോക്കുകയും അവനിക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവൻ്റെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാവാൻ അള്ളാഹിനോട് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ ഒരു 10 കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് മഗ്രിബിന് മുമ്പ് ഇൻഷാ അള്ളാഹ് ഈ ഇസ്മ നിങ്ങൾ ഒരു 17 വട്ടം പറയാൻ തയ്യാറാണോ, ഒരു 17 പ്രാവശ്യം പറയാൻ തയ്യാറാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും, ഉറപ്പാണ്. പിന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം കഴിയുന്നത് പോലെ ഒരു പ്രാവശ്യമോ 3, 5, 7, 11 എത്രയാണോ നമുക്ക് പറ്റുന്നത് ആ ഒരു സമയത്തും ഈ ഇസ്മ ഒന്ന് പറഞ്ഞു നോക്കുക. അള്ളാഹുവിന് 99 പേരുണ്ടല്ലോ, ആ 99 പേരുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നിരവധി പേരുണ്ട്. എല്ലാ പേരും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹുവിന് സ്പെഷ്യലായി ഇഷ്ടമുള്ള ചില പേരുകളുണ്ട്. അതിൽപ്പെട്ട 3 ഇസ്മുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ ഇന്ന് മഗ്രിബിന് മുമ്പ് നമ്മൾ പറയേണ്ട ഒരു ഇസ്മ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏതാണത്? യാ ബർറു, യാ വാലി, യാ മുതആലി, യാ അല്ലാഹ്. വളരെ സിമ്പിളാണ്, ഒന്ന് പറഞ്ഞേ. യാ ബർറു, യാ വാലി, യാ മുതആലി, യാ അല്ലാഹ്. യാ ബർറു, യാ വാലി, യാ മുതആലി, യാ അല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? യാ ബർറു, ഗുണം ചെയ്യുന്ന അല്ലാഹ്, പടച്ചോനെ ഞങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ. യാ വാലി, യാ അല്ലാഹ്, യാ വാലി സർവാധിപനായ അല്ലാഹുവേ, എല്ലാത്തിനും അധിപനായ അല്ലാഹ്. യാ മുതആലി, ഔന്നിത്യമുള്ള റബ്ബേ. ഇതാണ് അതിൻ്റെ അർത്ഥം. യാ ബർറു, യാ വാലി, യാ മുതആലി, യാ അല്ലാഹ്. ഒന്ന് പറഞ്ഞു നോക്കേ, വളരെ സിമ്പിളായി പറയാൻ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറാം. നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന്, പടച്ചോനെ എൻ്റെ രോഗം, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാടെ രോഗം, എൻ്റെ വാപ്പാടെ, എൻ്റെ മക്കളുടെ രോഗം, ആ ഒരു പ്രതിസന്ധി റബ്ബേ അത് നീ മാറ്റിത്തരണേ. എന്നിട്ട് നമ്മൾ ഈ ഇസ്മു പറയുക. യാ ബർറു, യാ വാലി, യാ മുതആലി, യാ അല്ലാഹ്. യാ ബർറു, യാ വാലി, യാ മുതആലി, യാ അല്ലാഹ്. അതിങ്ങനെ പറയുക. 17 ഞാൻ ഒരു എണ്ണം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പറയാം. പറഞ്ഞിട്ട് റബ്ബേ അല്ലാഹുവേ, ഈ ഇസ്മു പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ രോഗം മാറ്റിത്തരണേ അല്ലാഹ്, എൻ്റെ മക്കളുടെ രോഗം മാറ്റണേ അല്ലാഹ്, എൻ്റെ മോൻ്റെ ബുദ്ധിമുട്ട് മാറ്റണേ അല്ലാഹ്, എൻ്റെ ഉമ്മാടെ വാപ്പാടെ രോഗം. ഇങ്ങനെ നമ്മൾ ദ്വാരക്കാം. അപ്പോൾ ആദ്യം ഈ ഇസ്മു പറയാ. യാ ബർറു, യാ വാലി, യാ മുതആലി, യാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ ഇഷ്ടപ്പെട്ടു, ജിബ്രീൽ ഇഷ്ടപ്പെട്ടാൽ ലോകത്തിലെ മുഴുവൻ മലക്കളും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് ഒന്നാമത്തേത്, വിശുദ്ധമായ ഖുർആൻ ഓതുക. അതായത് നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നു, അതൊക്കെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. ഇതല്ല, ഒരു ദിവസം ഒരു പേജെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തേതാണ് ഖുർആൻ ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതുക എന്നുള്ളത്. ഖുർആൻ അത്ഭുതമാണ്. ഈ ഖുർആനിനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്താ അത്ഭുതം? ഖുർആനിൽ പറയാത്ത കാര്യങ്ങളില്ലെന്നേ, അല്ലേ? ലോകത്ത് എന്ത് നടക്കുന്നു അതൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ തഫ്സീറൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. യാത്തിനും പരിഹാരം വിശുദ്ധമായ ഖുർആനിലുണ്ട്. നമുക്കതൊന്നും അറിയില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മദ്രസയിൽ പഠിച്ച ഒരു ഖുർആൻ, ഒരു മുസേഫ്, ഖുർആനും മുസേഫും അല്ല, മുസ്ഹഫ്. മുസ്ഹഫ് എന്നാണ്, അല്ലെങ്കിൽ ഖുർആൻ. ഖുർആൻ അല്ല, ഖുർആനാണ്. ഖുർആൻ അല്ല, ഖുർആൻ. മുസേഫ് എന്നല്ല, മുസ്ഹഫ് എന്നാ പറയാ. അപ്പൊ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മൾ യാസീൻ ഓതുന്നവരാ, വാക്യ ഓതുന്നവരാ, മുൾക്ക് ഓതുന്നവരാ, ഇത് സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് എന്ത് മനസ്സിലായി? അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി. 2 വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത്തേത്, ഫർളായ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുന്നവരാൻ. സുന്നത്ത് നിസ്കാരം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം. സുന്നത്ത് നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം കൂടി വരും. ഫർളായ നിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണ്, കൃത്യമാക്കുകയാണ്, ഖളാഅക്കാർ
പറയാറില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം അയാൾക്കുണ്ടാകും. മൂന്നാമത്തേത് അതാത് ദിക്റുകൾ അതാത് സമയത്ത് പറയാൻ പറ്റുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ പറയണം, അവനത് പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയുന്നുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ അതിൻ്റെതായ ദിക്ർ പറയുന്നു, വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ പറയുന്നു, വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല പറയുന്നു, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ആ ദിക്ർ പറയുന്നു. ഇങ്ങനെ എന്തെല്ലാം ദിക്റുകൾ ഏതൊക്കെ സമയത്ത് പറയണോ അതൊക്കെ പറയുന്നവനാണെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. കിടക്കുന്ന സമയത്ത് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹിയ, അതുപോലെ ആയത്തുൽ കുർസി ഓതുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. നാലാമത്തേത് പ്രത്യേകമായ സമയങ്ങളെ പരിഗണിക്കുന്നവനാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഈ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അവൻ കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറയുന്നവനാണെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെയോ എന്ത് അനുഗ്രഹം കിട്ടിയാലും അവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാ. കച്ചവടത്തിൽ ഒരു ദിവസം ലാഭം കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി, അവനിക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടി, എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി, അപ്പോഴൊക്കെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്നവനാണ്. പിന്നെയോ മറ്റൊന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവനാണ്. അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറയുന്നവനാണ്. അങ്ങനെ പറയുന്നവനാണോ എങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഏഴാമത്തേത് ദുഹാ കൃത്യമായി നിസ്കരിക്കുന്നവനാ. ദുഹാ നിസ്കാരം, അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പറയാം. ദുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം മുതൽ ആ സൂര്യൻ ഇങ്ങനെ ഉയർന്നു വരുന്ന ആ സമയം മുതൽ ളുഹർ നിസ്കാരത്തിന് മുമ്പ് വരെയുള്ള ടൈമിൽ നിസ്കരിക്കേണ്ട 2 റക്അത്ത് സുന്നത്തായ നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാണോ എങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എട്ടാമത്തേത് അള്ളാനെ ഓർത്ത്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത്, അവൻ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അവൻ ദുആ ചെയ്യുമ്പോൾ കരയുന്നവനാണോ എങ്കിൽ അല്ലാഹു തആല ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒമ്പതാമത്തേത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുമെന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ തൗബ ചെയ്യുന്നവർ, പടച്ചോനെ എനിക്ക് പറ്റിപ്പോയി, ഞാൻ ഇനി ചെയ്യൂല അല്ലാ, എൻ്റെ പാപം പൊറുക്കണേ അല്ലാ എന്ന് ഒരാൾ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ വൃത്തിയുള്ള ആളുകളെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്. എപ്പോഴും വൃത്തിയുള്ള ശരീരം, വൃത്തിയുള്ള വസ്ത്രം, എപ്പോഴും നജസുമായിട്ട് നടക്കുന്നൊരു സ്വഭാവമില്ല. ശാരീരികമായ വൃത്തി വേണം, ആന്തരികമായ വൃത്തി വേണം, ഖൽബ് നന്നാവണം. അസൂയ, കുശുമ്പ്, അഹങ്കാരം അതൊന്നും ഇല്ലാത്ത മനുഷ്യനാണോ എങ്കിൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവിന്ന് നാളെ പകലാണ്. അപ്പോൾ അതിശ്രേഷ്ഠമായ ഈ സമയത്ത് അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന് ഒരു 10 അടയാളം ഉണ്ടാകും. ആ അടയാളം നമ്മൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കാം, ഈ അടയാളത്തിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു അടയാളമൊന്നും നമുക്കില്ല എങ്കിൽ ഇൻഷാ അള്ളാഹ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്താൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടും. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ വെള്ളിയാഴ്ച രാവാണ്. അതിൻ്റെ സുന്നത്തും മാതാവും മര്യാദയൊക്കെ ഇനി പറയേണ്ട കാര്യമില്ല, നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നതാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ കാര്യം മറക്കണ്ട, സ്വലാത്തിൻ്റെ കാര്യം മറക്കണ്ട. പിന്നെ ഇന്ന് മഗ്രിബിന് മുമ്പ് യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ്, ആ ഇസ്മു മറന്നു പോവാതെ പറയണേ. പറഞ്ഞവരൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതിയാൽ അൽഹംദുലില്ലാ അത് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാകും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. വിഷമ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളുടെയും ഹജ്ജും ഉംറയ്ക്കും സിയാറത്തും അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അധികാരം ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.